തെറിയുവാണോ കേടിയും ചോദിക്കുവാണ്. തെറിയൊന്നും ആയിരിക്കില്ല. ഊര എന്ന് പറഞ്ഞാൽ എനിക്കും ശരിക്കും മനസ്സിലായില്ല. ഞാൻ വിചാരിക്കുന്നു എന്തോന്ന് നമ്മളിവിടെ സാധാരണ ഇടിച്ചവൻ്റെ നട്ടലൊടിക്കും എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ആ പറയില്ല എന്ന് ഓർത്തിരിക്കുവാണ് ആദ്യത്തെ. നമ്മുടെ ഇവിടെ സാധാരണ ഇടിച്ച് നട്ടലൊടിക്കും എന്നൊക്കെ ഇവിടെ പറയാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാനത് ഊര അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. നമ്മളെല്ലാം മലയാളമാണ് പറയുന്നതെങ്കിലും വിവിധ സ്ഥലങ്ങളിലെ മലയാളത്തിന് വിവിധ വാക്കുകൾക്കും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിനെയൊക്കെ നമ്മളിങ്ങനെ എന്തോന്ന് ചൂഴ്ന്ന് നോക്കിയാൽ അതിനകത്ത് ഒരുപാടുണ്ട്. ചില സ്ഥലങ്ങളിൽ പറയാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷ മറ്റു സ്ഥലങ്ങളിൽ അത് ചിലപ്പോൾ തെറിയായിരിക്കും. അപ്പം മൂലനഷ്ടത്തിന് അവിടെ എന്ത് പറയുന്നത്? മൂലനക്ഷത്രത്തിന് എല്ലായിടത്തും മൂല എന്ന് തന്നെ പറയും. അതാ സായിപ്പ് വീണ്ടും എത്തിയിരിക്കുന്നു. സോ ദർ ഈസ് നോ ഫിയർ ആൻഡ് ഐ ഡോണ്ട് സേ എനിത്തിങ് ബിക്കോസ് ഐ തിങ്ക് ഐ മൈറ്റ് സേ സംതിങ് സ്റ്റുപ്പിഡ് എന്ന് പറയുകയാണ്. അത് മൂലം തന്നെ ചിരിക്കുന്നുണ്ട് കിരിയർ. അതെ അതെ, അതിനിപ്പോൾ മാറ്റമില്ല എവിടെ പോയാലും. അപ്പോൾ ബാ എന്ന് പറയുന്നുണ്ട് സാറ്. എന്നിട്ട് ആ മെസ്സേജ് എന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതെ, ഇവിടെ ഒരു ജോലി ഓഫർ വന്നിരിക്കുവാണ് സോളോയ്ക്ക്. തിരുമ്മലും ചവിട്ടി തിരുമ്മലും ഒക്കെ പഠിക്കാൻ മധുസാറിൻ്റെ അടുത്ത് പോയാൽ. സോളോ ഇംഗ്ലീഷൊക്കെ അറിയാട്ടോ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അതെ അതെ, സോളോയ്ക്ക് ഇംഗ്ലീഷൊക്കെ കുറേ അറിയാം. സോളോയ്ക്ക് ഇംഗ്ലീഷൊക്കെ അറിയാതിരുന്നിട്ടും സോളോ നിങ്ങളൊക്കെ ബുദ്ധിയില്ലാത്തവൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിനോ ചോദിക്കുന്നുണ്ട്. കേടിയാർ കിടന്ന് വിരണ്ടൊക്കെ ചിരിക്കുവാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. ഊര എന്നുള്ള വാക്കിനെ കുറിച്ച് വിചാരിച്ചാണ് കേടിയാർ ചിരിക്കുന്നത്. ഇതിൽ പറയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ സംഗതി പെശകാണ്. എന്തായാലും വാക്കിന്റെ അർത്ഥത്തിൽ എന്തോ പശക്കുണ്ട് കേടിയാറിന് എന്ന് തോന്നുന്നുണ്ട്. ഏതിനെ ചോദിക്കുവാണ്. ഏതിന് അത് അവർ തമ്മിൽ സംസാരിച്ചതാണ് സോളോ. എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഇടയ്ക്ക് മധുസാറ് ഊര എന്നൊരു വാക്ക് പറഞ്ഞു. ഊര എന്നുള്ള വാക്ക് കേടിയാർ പറയുവാണ് അവരുടെ അടുത്ത് അർത്ഥം വേറെയാണ്. അർത്ഥം മൂലം തന്നെ മുതുക്കാന്ന് ഓർച്ചിരിക്കുന്നു. അതെ, സോളോ എന്ന് വിളിച്ച് ചിന്തിക്കുന്നുണ്ട് കേടിയാർ. സോളോ ഇവിടെ ഒന്നുമല്ല, സോളോ വേറെ ഏതോ ലോകത്താണ്. ഇടയ്ക്കിടയ്ക്ക് അത് ഉറങ്ങുകയാണത്. ഇടയ്ക്കിടയ്ക്ക് ബോധം തെളിയും പോലെ വന്ന് ഓരോ ഡയലോഗ് പറയും. പറഞ്ഞു തരണേ, വേറെ എവിടെയെങ്കിലും അറിയാതെ പറഞ്ഞാൽ നാണം കെടും ഞാൻ എന്ന് പറയുന്നുണ്ട്. അതെ, അതിൻ്റെ എന്തോ മീനിങ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ പറയാൻ കൊള്ളാത്ത വാക്കാണെന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു വാക്കേ ഇല്ല. ഊര എന്ന് പറഞ്ഞൊരു വാക്ക് നമുക്കില്ല. ഇനി കേടിയൊരു സ്ഥലത്ത് എന്താണ് അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. അപ്പം മോശമായിട്ടുള്ളതാണെങ്കിൽ ഓരോരിക്കും ഞാൻ ഊര എന്ന് പറയുമ്പോഴും കേടിച്ചിരിക്കുമായിരിക്കും. മൂലം എന്ന് പറയുന്നത് ഓക്കെ. മൂലമാണ് എൻ്റെ അർത്ഥമല്ല, അത്രയേ ഉള്ളൂ. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും നമുക്ക് ചങ്ങാതി നല്ലതാണെങ്കിൽ കണ്ണാടി വേണ്ട. എന്തായാലും ഉടനെ അതിനെക്കുറിച്ച് തന്നെ മധുസാറ് ചോദിച്ചപ്പോൾ മധുസാറിന് അത് അർത്ഥം അറിയായിരുന്നു ചോദിക്കുന്നു. മൂലം നാളിനവിടെ എന്ത് പറയുമെന്നാണല്ലോ ചോദിച്ചത്.